പെന്തക്കോസ്തിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ ഹൃദയം കർത്താവിനെ പോലെ ആയിത്തീരുകയാണോ, അതോ നമ്മുടെ ഹൃദയം ഇടുങ്ങിയ അവസ്ഥയിലേക്ക് മാറുകയാണോ എന്നൊരു സംശയമുണ്ട്. കാരണം പെന്തക്കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50-ാം ദിവസം എന്നാണ് അർത്ഥം. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട, പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുന്ന, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ജനമെന്നാണ് പെന്തക്കോസുകാരെക്കുറിച്ച് അറിയപ്പെടുന്നത്. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട് ദൈവത്തിനും അനുസരിക്കുന്ന, കർത്താവിനെ പോലെ ചിന്തിക്കാനും കർത്താവിനെ പോലെ സംസാരിക്കാനും കർത്താവിനെ പോലെ പ്രവർത്തിക്കാനും കഴിയുന്ന ഹൃദയമുള്ളവരായി പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ കഴിയുന്നവരായി തീരുന്ന ഒരു സമൂഹത്തെയാണ് പെന്തക്കോസ് എന്നറിയപ്പെടുന്നത്. എന്നാൽ ഇന്ന് പെന്തക്കോസിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ ഹൃദയം ഇടുങ്ങിപ്പോയോ ഹ്രസ്വമായി പോയോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതിന് കാരണം ഇന്ന് പെന്തക്കോസിലേക്ക് കടന്നു വരുന്ന പലരും ഇപ്പോൾ നാമധേയ സഭകളിൽ നിന്ന്, യാക്കോബയിൽ നിന്നോ കാത്തലിക്സിൽ നിന്നോ മർത്തോമയിൽ നിന്നോ CSIയിൽ നിന്നോ ഇവാഞ്ചലിക്കിൽ നിന്നോ കടന്നു വരുന്നവരും മറ്റ് ജാതീയമായ ഇടങ്ങളിൽ നിന്ന് കടന്നു വരുന്നവരും ഹിന്ദുക്കളിൽ നിന്നോ മുസ്ലിങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ താഴേക്കിടയിലുള്ള ആൾക്കാരിൽ നിന്നോ കടന്നു വരുന്ന വ്യക്തികളാണ് സഭയിലുള്ളത്. ഇവർ കർത്താവ് പറഞ്ഞത്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും സകല ശിശുവോടും സുവിശേഷം പ്രസംഗിക്കണം, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കണം, അവരെ ഉപദേശിക്കണം. അതിനുവേണ്ടിയാണ് സഭ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ പ്രമാണിക്കാൻ തക്കണം, ഇവരെ പഠിപ്പിച്ചെടുക്കണം എന്നുള്ളതാണ് കർത്താവ് ഉദ്ദേശിച്ചത് സഭയെക്കൊണ്ട്. എന്നാൽ കർത്താവിനെ പോലെ ആക്കി തീർക്കുക എന്നുള്ളതാണ്. കർത്താവിൻ്റെ ശിഷ്യന്മാരെന്ന് പറഞ്ഞാൽ കർത്താവിനെ പോലെ അനുഗാമികൾ എന്നർത്ഥം, യേശുവിൻ്റെ അനുഗാമികൾ എന്നാണ്. എന്നാൽ ഇന്ന് ക്രിസ്ത്യ സഭകളിലേക്ക് കടന്നു വന്നു കഴിയുമ്പോൾ, പ്രത്യേകിച്ച് പെന്തക്കോസ് സഭയിൽ നിന്ന് ഒരുപാട് ലോകം എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ക്രിസ്തുവിനെ പോലെ പ്രവർത്തിക്കുന്ന, ക്രിസ്തുവിനെ പോലെ സംസാരിക്കുന്ന, ക്രിസ്തുവിനെ പോലെ സ്നേഹിക്കുന്ന, ക്രിസ്തുവിനെ മനുഷ്യരെ കാണുന്ന, ക്രിസ്തുവിനെ പോലെ ക്ഷമിക്കുന്ന, സഹിക്കുന്ന, പൊറുക്കുന്ന, ക്രിസ്തുവിനെ പോലെ അന്യോന്യം സ്നേഹിക്കുകയും മറ്റുള്ളവരെ ഉയർത്തിയെടുക്കുന്ന ഒരു സംസ്കാരത്തിൻ്റെ ഉടമകളായിത്തീരണമെന്നും ദൈവദിന പ്രകാരം ജീവിക്കുന്ന ഒരു സമൂഹത്തെ വാർത്തെടുക്കണമെന്നാണ് ഈ പെന്തക്കോസ് സഭയെക്കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഇന്ന് പെന്തക്കോസ് സഭയിലേക്ക് കടന്നു വരുന്നു കഴിയുമ്പോൾ ക്രിസ്തു ഹൃദയമുള്ളവരാക്കി അവരെ തീർക്കുകയാണ്. അവർ ജാതീയ ചിന്തയുള്ളവരായി മാറുക, അവരുടേതായുള്ള മാത്രം സമൂഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നവരായി മാറുക, അവരുടേതായുള്ള ജാതികളുടെ മാത്രം സഭകളെ രൂപപ്പെടുത്തുക, പണമുള്ളവർ മാത്രം കൂടുന്ന സഭയാക്കി രൂപാന്തരപ്പെടുത്തുക, പാവപ്പെട്ടവൻ മാത്രം കൂടുന്ന സഭയായി രൂപാന്തരപ്പെടുത്തുക, അതിനെ നയിക്കാൻ വേണ്ടി അതാത് തരങ്ങളിലുള്ള വേലക്കാർ അഭ്യസിപ്പിച്ച് നമ്മൾ എടുക്കുക, അതാത് ജാതിയിൽപ്പെട്ട ആൾക്കാർ കൂടുന്ന സഭകൾ പണിയുക. സമൂഹത്തിൽ നടക്കുന്ന യാതൊരു കാര്യങ്ങളെക്കുറിച്ചും അവർക്ക് യാതൊരു അവബോധവുമില്ല. അവരൊക്കെ എങ്ങനെ നടന്നാലും കുഴപ്പമില്ല, ഞങ്ങൾ ദൈവത്തിൻ്റെ അടുത്ത ആൾക്കാരാണ്, അതുകൊണ്ട് ഞങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് കർത്താവ് വന്ന ഉടനെ പോകാനുള്ളവരാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് സമൂഹത്തിൽ എന്ത് നടന്നാലും ഒരു പ്രശ്നമില്ല. ഇതര ജാതിക്ക് എന്ത് സംഭവിച്ചാൽ കുഴപ്പമില്ല, മുസ്ലിങ്ങളുടെ ഇടയിൽ സംഭവിച്ചാൽ ഞങ്ങൾക്ക് കുഴപ്പമില്ല, ഹിന്ദുക്കളുടെ ഇടയിൽ സംഭവിച്ചാൽ കുഴപ്പമില്ല, മറ്റ് താണ ജാതികളിൽ നിന്നോ ഉയർന്ന ജാതികളിൽ നിന്നോ ഞങ്ങളുടെ കൂട്ടത്തിലല്ലാത്ത, ഞങ്ങളുടെ ഇനത്തിൽപ്പെടാത്ത ആൾക്കാരുടെ ഇടയിൽ എന്ത് സംഭവിച്ചാലും ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല. ഞങ്ങളിങ്ങനെ കൊട്ടുകയും പാടുകയും പള്ളി വരുമ്പോൾ അന്യഭാഷ പറയുകയൊക്കെ ചെയ്ത് ഞങ്ങളിങ്ങനെ ജീവിക്കുകയാണ്. പുറമേ ഈ പെന്തക്കോസിൻ്റെ സഭാഹാൾ വിട്ട് കഴിഞ്ഞ് പുറത്ത് പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് ജീവിക്കുന്നുള്ളത് ദൈവദിന പ്രകാരമാണെന്നുള്ളത് അവർ തന്നെ പരിശോധിക്കേണ്ടതാണ്. അതില്ലാത്തതുകൊണ്ടാണ് ഞാനിതിൽ പറയേണ്ടി വരുന്നത്. ഇന്ന് നമ്മുടെ യുവതലമുറ നമ്മളെ കാണുന്നത്, അല്ലെങ്കിൽ മക്കൾ അപ്പനെയും അമ്മയും പെന്തക്കോസ് അപ്പനെയും അമ്മയും കാണുന്നത്, ഇവരെന്തൊക്കെ പള്ളി വന്ന് പുലമ്പുന്നവരാണെന്നും അന്യഭാഷ പറയുന്നവരുമാണ്, ജീവിതത്തിൽ യാതൊരു മാതൃകയില്ലാത്തതാണ് അവർ കാണുന്നത്. പറയുന്ന വാക്കുകൾക്ക് വ്യത്യാസം വരുത്തുക,
ചതിക്കുക, വഞ്ചിക്കുക, മറ്റുള്ളവരെ ഹ്യൂമിലിയേറ്റ് ചെയ്യുക, മറ്റുള്ളവർ കുറ്റം പറയുക, മറ്റുള്ളവരുടെ ദയയില്ലാതെ സംസാരിക്കുക, ജാതീയ വ്യത്യാസങ്ങൾ വെച്ച് പുലർത്തുന്നത് കുട്ടികൾ കാണുക, കച്ചവടത്തിൽ കൃത്രിമം കാണിക്കുക, കൈക്കൂലി വാങ്ങിക്കുക, അയൽവക്കംകാരനെ അവൻ ഏത് തരത്തിലുള്ളവരാണെങ്കിലും അവനെ സഹായിക്കണമെന്നോ അവനെയും കൂടെ കർത്താവിലേക്ക് കൊണ്ടുവരണമെന്നുള്ള ചിന്തയില്ലാതെ പെരുമാറുക, ഇതൊക്കെയാണ് കുട്ടികൾ കാണുന്നത്. അപ്പോൾ ഈ ക്രിസ്തുവിൻ്റേതായൊരു മനോഭാവം ഇല്ലാത്തത് കൊണ്ട് സഭയിൽ ഇങ്ങനെയുള്ളതായുള്ള ഈ ഇമോഷണലായിട്ടുള്ള അന്യഭാഷ സംസാരിക്കുക, പാടുക, പ്രാർത്ഥിക്കുക, ചാടുക, തുള്ളുക, ഇത് മാത്രമാണ് നമ്മുടെ യുവജനങ്ങൾ കാണുന്നത്. ജീവിതത്തിൽ യാതൊരു മാതൃകയുള്ള ഒരു കുടുംബജീവിതത്തിന് അല്ലെങ്കിൽ മാതാപിതാക്കളായി തീരുന്നില്ലാത്തതുകൊണ്ടാണ് കുഞ്ഞുങ്ങൾ വഷളായി പോകുന്നത്. അത് കുഞ്ഞുങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ കൊടുക്കൽ വാങ്ങൽ, പണത്തിൻ്റെ ഇടപാടുകൾ, അയലക്കംകാരുമായുള്ള ഇടപാടുകൾ, കള്ളക്കച്ചവടം, പണത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന മനോഭാവം, മറ്റുള്ളവരെ കൊച്ചാക്കുക, മറ്റുള്ളവർ എന്തായിരുന്നാലും കുഴപ്പമില്ല, എനിക്ക് ജീവിക്കണം, എനിക്ക് പണം ഉണ്ടാകണം, ഞാനും എൻ്റെ പൊക്കണോ എന്നുള്ള രീതിയിൽ ജീവിക്കുമ്പോൾ കുഞ്ഞുങ്ങളിതിൽ നിന്ന് അല്ലെങ്കിൽ മക്കളിതിൽ നിന്ന് യാതൊരു പാഠവും പഠിക്കുന്നില്ല. അവർ കാണുന്നത് ഇതോ വെറുതെ ഒരു പ്രഹസനം പള്ളിയിൽ വരുമ്പോൾ കാണിക്കുന്ന മാത്രമേ ഉള്ളൂ, ജീവിതത്തിൽ ഇവർക്ക് യാതൊരു വ്യത്യാസവുമില്ല എന്നാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ പോലും കാണുന്നത്. വളരെ വിശ്വസ്തരായിട്ട് ദൈവദിനപ്രകാരം ജീവിക്കുന്ന മാതാപിതാക്കളുള്ള കുടുംബങ്ങൾ വളരെ വിരളമാണ് പെന്തക്കോസ്തിൽ. എനിക്കറിയാം പല പെന്തക്കോസ്തുകാരും അന്യഭാഷ ചടുപട പറയുന്നവർ, കള്ളക്കച്ചവടം ചെയ്യുന്നവർ എനിക്കറിയാം. എനിക്കൊരു പാസ്റ്ററെ അറിയാം. അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞാൽ നല്ല പേഴ്സണാലിറ്റി ഉള്ള ആളാണ്, വലിയ ഉയരവും നല്ല പേഴ്സണാലിറ്റിയാണ് കണ്ടാൽ. അദ്ദേഹം ചെയ്യുന്ന തട്ടിപ്പിനെക്കുറിച്ച് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ മൂക്കിൽ കൈ വെച്ചു പോകും. പണം ഉണ്ടാക്കാൻ വേണ്ടി ഏത് വിഡ്ഢിത്തവും ഏത് കാര്യം ചെയ്യുന്നതിന് പുള്ളിക്ക് മടിയില്ല. ഇവൻ കാറ് കൊണ്ട് ഇടിപ്പിച്ച് ഉടനെ ഒരു പണത്തിന് ആവശ്യമുണ്ടെങ്കിൽ അത് ഇൻഷുറൻസിൽ നിന്ന് കാശ് മേടിക്കാൻ വേണ്ടി കാറ് കൊണ്ട് ഇടിപ്പിക്കുന്നതിനും അദ്ദേഹം തയ്യാറാകണമെന്നുള്ളതാണ്. പണത്തിന് വേണ്ടി എന്തും ചെയ്യുക. അതിൻ്റെ ഫലമായിട്ട് അദ്ദേഹത്തിന് ഭാര്യ നഷ്ടപ്പെട്ടു, മക്കൾ നഷ്ടപ്പെട്ടു. അപ്പോൾ തന്നെ സ്തോത്രം പറയും, ഹല്ലേലൂയ പറയും, അന്യഭാഷ പറയും, മണിക്കൂറോളം പ്രാർത്ഥിക്കും. ജീവിതത്തിൽ യാതൊരു വ്യത്യാസവും. ഇതുപോലെ പാസ്റ്റർമാരാണ് സഭയെ നടത്തുന്നത്. പിന്നെ എങ്ങനെയാണ് വിശ്വാസികൾ നന്നായി വരിക? ഇന്ന് നമുക്ക് പറ്റിയിരിക്കുന്ന ഒരു തകരാറെന്ന് പറയുന്നത്, ബൈബിൾ കോളേജിൽ പഠിച്ചിട്ടുള്ള കുറച്ച് സെക്കുലർ വിദ്യാഭ്യാസം പോലെ കുറച്ച് BDയും PhD ഒക്കെ എടുത്ത, അല്ലെങ്കിൽ ബൈബിൾ കോളേജ് പഠിക്കുന്ന കുറച്ച് വചനം അറിയാവുന്ന കുറച്ച് ആൾക്കാർ സഭയെ നയിക്കുന്നു എന്നുള്ളതാണ്. ക്രിസ്തുവിൻ്റെ മനസ്സോ ക്രിസ്തുവിൻ്റെ മനോഭാവമോ ഒരു പ്രാർത്ഥനാ ജീവിതമോ പരിശുദ്ധാത്മാവിനെ നയിക്കപ്പെടുകയോ ചെയ്യുന്ന ദൈവത്തിൻ്റെ സ്വഭാവമുള്ളവരോ പ്രാർത്ഥനാ ജീവിതമുള്ള വേലക്കാർ ഇന്ന് വളരെ വിരളമാണ്. അവരാണ് അവർ ഈ പഠിച്ച ഹെഡ് നോളജാണ് സഭയിൽ വിളമ്പുന്നത്. ഇപ്പോൾ വിശ്വാസികൾ അവർക്ക് ഇൻകം കിട്ടും, അതുകൊണ്ട് അവർ പ്രസംഗിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വിശ്വാസികൾ എങ്ങനെ ജീവിച്ചാലും അവർക്ക് പ്രശ്നമില്ല. അപ്പോൾ പണത്തിന് വേണ്ടി അവരും എന്താ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, പണമുള്ള ആൾക്കാരെ നമ്പി നിൽക്കുക എന്നുള്ളതാണ് സഭയിൽ. അതാണ് സഭയുടെ വലിയ തകരാറ്. പണം എവിടെ കിട്ടുമോ അവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരു ഏർപ്പാടാണ് പാസ്റ്റർമാരും ചെയ്യുന്നത്. പണമുള്ള സഭ നോക്കുക. പണ്ടത്തെ കാലത്ത് എങ്ങനെയായിരുന്നു? പണമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ത്യാഗപരമായ പ്രവർത്തനമായിരുന്നു പണ്ടുണ്ടായിരുന്ന സഭകൾ മാത്രമേ ഉള്ളൂ ഇന്ന്. അന്നത്തെ പിതാക്കന്മാർ അവർക്കൊന്നുമില്ലാത്ത സമയത്ത് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നവരായിരുന്നു. അവർക്ക് ഇതുപോലെ PhDയും DDയും ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ സഭ വളരുകയായിരുന്നു. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും സഭ വളരുകയായിരുന്നു. പെന്തക്കോസ്താളിലും അതാ സംഭവിച്ചത്. അപ്പോസ്തല പ്രവൃത്തി 4:13 പറഞ്ഞിരിക്കുന്നത് അവർ പഠിപ്പില്ലാത്തൊരു സാമാന്യരുമായ ജനങ്ങളായിരുന്ന, എന്നാൽ അവർ കൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളും പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെട്ടതുകൊണ്ട് സഭ 3000-ആയി, 5000-ആയി, 10,000-ആയി, പിന്നെ ഭൂമിയെ കീഴ്മേൽ മറിക്കുന്നവരായി അപ്പോസ്തലന്മാർ മാറി എന്നുള്ളതാണ് ദൈവത്തിൻ്റെ സഭ. ഇത് നമുക്ക് PhDയും DDയും MDയും ഒക്കെ ഉണ്ടെങ്കിലും ദൈവസ്വഭാവമുള്ള ഇല്ലാത്ത വേലക്കാർ സഭ നയിക്കുന്നത് കൊണ്ട് വിശ്വാസികളും അങ്ങനെ തന്നെ. മാത്രമല്ല,
ദൈവസ്വഭാവമില്ലാത്ത വേലക്കാരായതുകൊണ്ട് ഈ ജനങ്ങളെല്ലാം അവരുടെ ശിഷ്യന്മാരാക്കി വാർത്തെടുക്കുക. അവർക്ക് നിൽക്കാൻ വേണ്ടി അവർ കുറച്ച് ശിഷ്യന്മാരെ വാർത്തെടുക്കുക. കർത്താവിൻ്റെ ശിഷ്യന്മാരാക്കി വാർത്തെടുക്കാൻ ഇവർക്ക് അറിയത്തില്ല. കാരണം യേശുവിൻ്റെ ശിഷ്യന്മാരെന്ന് പറഞ്ഞാൽ അങ്ങനെ അവരെ വാർത്തെടുക്കാനായിട്ട് അവർക്ക് അറിയത്തില്ല, അവരങ്ങനെ പഠിച്ചിട്ടില്ല. ക്രിസ്തുവിൻ്റെ സ്വഭാവം എന്താണെന്നും ക്രിസ്തുവിൻ്റെ തലയോളം വളരണമെന്നുള്ളതായ അപ്പോസ്തലനായ പൗലോസ്ലീഹായുടെയും അപ്പോസ്തലന്മാരുടെയും പഠിപ്പിക്കൽ, യേശു ക്രിസ്തുവിൻ്റെ പഠിപ്പിക്കൽ സഭയിലില്ല എന്നുള്ളതാണ്. നമുക്ക് വരണം, പാടണം, ചാടണം, അന്യഭാഷ പറയണം. എൻ്റെ അഭിപ്രായത്തിൽ അന്യഭാഷ, ഈ രക്ഷിക്കപ്പെടുക, സ്നാനപ്പെടുക, അന്യഭാഷ പറയുക എന്ന് പറയുന്നത് ഒരു ക്രിസ്ത്യ ജീവിതത്തിൻ്റെ ബിഗിനിങ് സ്റ്റേജാണ്. പിന്നെ ക്രിസ്തുവിനെ പോലെ നമ്മൾ വളരേണ്ടതായിട്ടുണ്ട്. അതിന് അങ്ങനെ വളർത്തിയെടുക്കാൻ പറ്റുന്ന വേലക്കാർ നമുക്ക് സഭയിലില്ല എന്നുള്ളതാണ് എൻ്റെ കാരണം. അതുകൊണ്ടാണ് പുതിയ ബൈബിൾ കോളേജും പുതിയ സെമിനാരിയും നമുക്ക് ആവശ്യമാണ്. യഥാർത്ഥ വേലക്കാരെ വാർത്തെടുക്കണം. അവർ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാക്കി അവരെ വാർത്തെടുക്കണം. അവർ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. അതിനോടനുബന്ധിച്ച് സെക്കുലർ വിദ്യാഭ്യാസവും തിയോളജിക്കൽ വിദ്യാഭ്യാസം ലഭിച്ചോട്ടെ, കുഴപ്പമില്ല. പക്ഷേ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് അവർ ദൈവത്തിൽ നിന്ന് കേൾക്കുകയും ദൈവത്തോട് സംസാരിക്കുകയും ചെയ്യുന്നവരായിരിക്കണം. അവർ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായിരിക്കണം. ഇന്ന് വിശ്വാസികൾ, അവർക്ക് ലോകത്തെക്കുറിച്ച് യാതൊരു ചിന്തയില്ല, ആത്മാക്കളെക്കുറിച്ച് യാതൊരു ഭാരവുമില്ല, അയലൊക്കെ താമസിക്കുന്നതിനെക്കുറിച്ച് യാതൊരു ഭാരവുമില്ല. സ്വന്തം സഭയിലുള്ള വിശ്വാസികൾ തന്നെ വളരണമെന്നും അവരെ സഹായിക്കണമെന്നും ആരെങ്കിലും സഹായം വേണമെങ്കിൽ അവർക്ക് സഹായം എത്തിക്കണമെന്നുള്ള ചിന്ത അവർക്കില്ല. നമ്മളിങ്ങനെ പാടുക, അന്യഭാഷ പറയുക. ഇപ്പം പെന്തക്കോസ്ത് സമൂഹം ഇടുങ്ങിപ്പോയിരിക്കുന്നു എന്നുള്ളതാണ്. അവർക്ക് ഒരു ഹിന്ദുവിനെക്കുറിച്ച് ചിന്തയില്ല, മുസൽമാനെക്കുറിച്ച് ചിന്തയില്ല. പിന്നെ ആരെങ്കിലും രക്ഷിക്കപ്പെട്ട് വന്നു കഴിഞ്ഞാൽ ഒരു കൂടി ജാതിയാണെങ്കിൽ അവരെ പൊക്കിക്കൊണ്ട് കുറച്ചു നാൾ നടക്കും, പിന്നെ അവസാനം അവരെ താഴെയിടും. പാവപ്പെട്ടവനെ നമുക്കിപ്പം വേണ്ട, കാരണം അവന് പണമില്ലല്ലോ. താഴേക്കിടറിൻ്റെ ഇടയിലേക്ക് പോകാനായിട്ട് നമുക്ക് മനസ്സില്ല, കാരണം അവന് പണമില്ല, അവന് സ്വാധീനമില്ല. അവനെ രക്ഷാടനത്തിൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ എന്താ നമുക്ക് പ്രയോജനമുള്ളത്? ഇങ്ങനെ ക്രിസ്തുവിൻ്റെ മനസ്സില്ലാത്ത സഭകളെ കൊണ്ടും വേലക്കാരെ കൊണ്ടും സഭയെല്ലാം വഷളായിരിക്കുക. എനിക്ക് മനസ്സിലായത്, ഞാനിങ്ങനെ പറയുന്നത്, ഞാനും പെന്തക്കോസ്ത് ജനിച്ചു വളർത്തപ്പെട്ട ഒരാളാണ്. പക്ഷേ ഞാനും കർത്താവ് എന്നെ ഇങ്ങനെ രൂപാന്തരപ്പെടുത്തി എടുത്തില്ലായിരുന്നെങ്കിൽ, ഞാൻ ഒരു പ്രാർത്ഥനാ മനുഷ്യനാക്കി തീർത്തില്ലായിരുന്നെങ്കിൽ, കർത്താവ് എന്നെ ഇങ്ങനെ ഒരു ചിന്തയുള്ളവനാക്കി ഒരു ദൈവ ദർശനം തന്നില്ലായിരുന്നെങ്കിൽ ഞാനും ഇങ്ങനെ ആയിപ്പോയാനോ? അത് ഞാൻ കർത്താവിൻ്റെ സ്ഥലം അഡ്മിറ്റ് ചെയ്യുന്ന കാര്യമാണ്. ദൈവമാണ് എന്നെ ഇങ്ങനൊരു വലിയ ചിന്തയിലേക്ക് കൊണ്ടുവന്നത്. ലോകത്തിലുള്ള 8.4 ബില്യൺ പീപ്പിളിലും 840 കോടി ജനങ്ങൾക്കും ഒരു ആത്മാവുണ്ടെന്നും അവരെല്ലാം രക്ഷാടനത്തിലേക്ക് വരണമെന്നുള്ള ചിന്തയാണ് കർത്താവിൻ്റെ ചിന്തയെന്നും അതിന് പറ്റിയ വേലക്കാരെ വാർത്തെടുക്കണമെന്നും അവർക്ക് വേണ്ടി കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്നും അവർ ഉയർന്നവരായിരിക്കാം, താണവരായിരിക്കാം, പണക്കാരനായിരിക്കാം, പാവപ്പെട്ടവനായിരിക്കാം, വിദ്യാസമ്പന്നനായിരിക്കാം, വിദ്യാവിഹീനായിരിക്കാം, അവർക്കെല്ലാം വലിയൊരു ആത്മാവുണ്ടെന്നും ഹിന്ദുവിൻ്റെ ഒരു ആത്മാവുണ്ടെന്നും മുസ്ലിങ്ങൾക്ക് വലിയൊരു ആത്മാവുണ്ടെന്നും താണ വ്യക്തികൾക്കൊരു ആത്മാവുണ്ടെന്നും ഗിരിവർഗ്ഗക്കാരൊരു ആത്മാവുണ്ടെന്നും വനാന്തരങ്ങൾ ജീവിക്കുന്നവർക്ക് ആത്മാവുണ്ടെന്നും ഭിക്ഷക്കാർക്കൊരു വലിയ ആത്മാവുണ്ടെന്നും പണക്കാരായിരിക്കുന്നവർക്ക് വലിയ ആത്മാവുണ്ടെന്നും ഇങ്ങനെ ഒരു ആത്മാവിൻ്റെ വില മുഴവിലേഖത്തെക്കാളും വിലയേറിയതാണെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ കഴിഞ്ഞ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാണ് വേണ്ടത്. ഇന്ന് നമുക്ക് പണത്തിൻ്റെ പുറകെയുള്ള പോക്കാണ്. അതുകൊണ്ട് പെന്തക്കോസ്തിൻ്റെ അടിസ്ഥാനം തെറ്റിപ്പോയിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് വീഡിയോയിൽ കൂടെ നിങ്ങളോട് പറയാനുള്ളത്. ഇതിന് നമുക്ക് ആവശ്യമായിരിക്കുന്നത്, ഇനി വേണ്ടത് യഥാർത്ഥ ക്രിസ്തുവിൻ്റെ മനസ്സുള്ള വേലക്കാരെ വാർത്തെടുക്കണം. അതിനുള്ള ബൈബിൾ കോളേജും സെമിനാരിയും നമുക്ക് ആവശ്യമുണ്ട്. യഥാർത്ഥ സഭയെ പണിയണം. ഇങ്ങനെയുള്ള സഭയെ കൊണ്ട് ഇതൊന്നും നടക്കത്തില്ല എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. കാരണം അവരെല്ലാം അഡിക്റ്റഡായിപ്പോയി, ഇടുങ്ങിയ മനസ്സുള്ളവരായിപ്പോയി, ഹൃദയമുള്ളവരായിപ്പോയി. ക്രിസ്തുവിനെ പോലെ ചിന്തിക്കാൻ അവർ കഴിയുന്നില്ല, എല്ലാവരെയും ഉൾക്കൊള്ളാൻ അവർക്ക് കഴിയുന്നില്ല, ക്രിസ്തുവിനെ പോലെ എല്ലാവരെയും കാണാൻ കഴിയുന്നില്ല. കർത്താവ് പറഞ്ഞത് മത്തായിയുടെ സുവിശേഷം 9-13 വാക്യത്തിൽ, ഞാൻ നീതിമാന്മാരെയല്ല പാപികളെ ഇത്ര രക്ഷിപ്പാൻ വന്നത്. തന്നെക്കുറിച്ച് പറഞ്ഞത് താൻ ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതൻ എന്നാണ് പറഞ്ഞത്. താൻ താഴേക്കിടയിലേക്ക് കടന്നു എന്നു എന്നുള്ളതാണ്. പണക്കാരെ മാത്രമല്ല, താഴേക്കിടയിലുള്ളവരെ കൂടെ കർത്താവിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി താൻ അവരുടെ ഇടയിലേക്ക് കടന്നു എന്നുള്ളതാണ്. ഇവൻ വർഗീയ വ്യത്യാസം മാറ്റിയെടുത്തത് യേശുക്രിസ്തുവിൻ്റെ വിപ്ലവകരമായ പ്രവർത്തനങ്ങൾ കൂടെയാണ്. ശമരിയിൽ അൺടച്ചബിൾ ആയിട്ടുള്ള ശമരിയാക്കാരുടെ ഇടയിലേക്ക് കർത്താവ് കടന്നു ചെന്ന് ഒരു ശമരിയ സ്ത്രീയെ, അതും വ്യഭിചാരിണിയായിരുന്ന സ്ത്രീയെ
രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവന്നതായ ഒരു ചരിത്രമാണ് നമുക്ക് യേശുക്രിസ്തുവിൻ്റെ സുവിശേഷീകരണത്തിൽ കൂടെ കാണാൻ കഴിയുന്നത്. ഇന്ന് നമുക്ക് താഴേക്കടലുള്ളവരെ ഇടയിലേക്ക് പോകാനായിട്ട് നമുക്ക് കഴിയുന്നില്ല. കാരണം നമുക്കവരുടെ ഹൃദയമില്ല. അവരെ എങ്ങനെയും മാറ്റി നിർത്തുക എന്നുള്ളതാണ് നാം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പണക്കാരനെയും പാവപ്പെട്ടവനെയും ഉയർന്നവനെയും താണവനെയും വിദ്യാസമ്പന്നെയും വിദ്യാവിഹീനെയും എല്ലാവരും ഉൾക്കൊള്ളുന്ന, അതിൽ നിന്ന് കർത്താവിൻ്റെ ഹൃദയമുള്ളവരെ വാർത്തെടുക്കാൻ കഴിയുന്ന ഒരു ക്രിസ്തുവിൻ്റെ മനസ്സുള്ള വേലക്കാരെയാണ് നമുക്ക് വാർത്തെടുക്കേണ്ടത്. അങ്ങനെയുള്ള സഭകളെയാണ് നമുക്ക് ഓരോ ഗ്രാമങ്ങളിലും ഓരോ പട്ടണങ്ങളിലും ആവശ്യമായിരിക്കുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായത്, പെന്തക്കോസ്തിലേക്ക് വരുമ്പോൾ നമ്മൾ ക്രിസ്തു ഹൃദയമുള്ളവരായി തീരുന്നു. അതിന് കാരണക്കാർ ഇന്ന് സഭയെ നയിക്കുന്ന വേലക്കാർ തന്നെയാണ്. അവരുടെ ഹൃദയം കർത്താവിൻ്റെ മനസ്സുള്ളവരായി മാറുന്നില്ല എന്നുള്ളതാണ് ഒരു സങ്കടകരമായ സംഗതി. ഇതിന് ദൈവം ഇന്ത്യയിൽ ഒരു മാറ്റം വരുത്തട്ടെ, കേരളത്തിൽ മാറ്റം വരുത്തട്ടെ. ഇന്ത്യയിൽ ഇന്ന് 2000 വർഷമായിട്ടും കാത്തലിക്സ് ഉൾപ്പെടെ 10% മാത്രം ക്രിസ്ത്യാനികളുള്ള ഇന്ത്യയെ സുവിശേഷീകരിക്കുവാൻ യഥാർത്ഥ ദൈവമക്കൾക്കും യഥാർത്ഥ ദൈവദാസന്മാർക്കും യഥാർത്ഥ ദൈവസഭയ്ക്കും മാത്രമേ കഴിയുള്ളൂ ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ സഭകളെ വാർത്തെടുക്കുവാൻ, ഞങ്ങളുടെ വേലക്കാരെ വാർത്തെടുക്കുവാൻ ദൈവം വഴികളെ തുറക്കട്ടെ. അതിനുള്ള റിസോഴ്സ് കർത്താവ് തരട്ടെ. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവൃത്തികളാലും ദൈവത്തിൻ്റെ സഭ ആദ്യ നൂറ്റാണ്ടിലെ പോലെ നടത്തപ്പെടുവാൻ കർത്താവ് സഹായിക്കട്ടെ. അന്യോന്യം സ്നേഹിക്കുന്ന, അന്യോന്യം സഹോദരനായിട്ട് കാണുന്ന, പൗലോസ്ലീഹ ഫിലമോനോട് പറഞ്ഞതുപോലെ, സീമോസിനെ നീ ഇനിയൊരു അടിമയായിട്ടല്ല കാണേണ്ടത്, ഒരു ദാസനായിട്ട് ആളല്ല കാണേണ്ടത്, നിൻ്റെ സഹോദരനായിട്ട് കാണണമെന്ന് പറയുന്ന ഉള്ള വേലക്കാരെയാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. അപ്പോൾ അതിന് പറ്റിയ ദൈവഹൃദയമുള്ള വേലക്കാരെ നമുക്ക് വേണം, ദാസന്മാരെ നമുക്ക് വേണം. അങ്ങനെയുള്ള ബൈബിൾ കോളേജ് സെമിനാരിയും, അങ്ങനെയുള്ള ഒരു വാർത്തെടുക്കാനുള്ള ബൈബിൾ കോളേജ് സെമിനാരിയുമാണ് നമുക്കിനി ആവശ്യമായിരിക്കുന്നത്. PhD ഈ MTH MD ഒന്നും എടുത്തുകൊണ്ട് ക്രിസ്തുവിൻ്റെ മനസ്സ് അവർക്കുണ്ടാകില്ല. അവർക്ക് തിയോളജിക്കൽ നോളജ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. കർത്താവിൻ്റെ സന്നിധിയിൽ കണ്ണുനീരൊഴുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന പ്രാർത്ഥനാവീരന്മാരിക്കുന്ന വേലക്കാരെ കൊണ്ട് മാത്രമേ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായി തീരാൻ കഴിയുള്ളൂ. അവർക്ക് മാത്രമേ പരിശുദ്ധാത്മാനം നിറയപ്പെട്ട സഭകൾ നടത്തുവാൻ കഴിയുള്ളതെന്നാണ് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നത്. അങ്ങനെയുള്ളൊരു ഉണർവ് കർത്താവ് കേരളത്തിലും ഇന്ത്യയിലും നടത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതിനായി ഞാൻ കാത്തിരിക്കുന്നു. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ആമേൻ.